നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ വലിയ രീതിയിലുള്ള ആഘാതമായിരിക്കും ആ രാജ്യത്തോ അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കി വയ്ക്കാറുള്ളത്. അങ്ങനെയുള്ള പല പ്രകൃതി ദുരന്തങ്ങളും നമ്മളും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ സർവനാശിയായി ആഞ്ഞു വീശിയ പൊടിക്കാറ്റ് ചിക്കാഗോയിൽ അക്ഷരാർത്ഥത്തിൽ ഭീതി വിതച്ചു. 23 പേരോളം മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. 10,000ങ്ങൾക്ക് വൈദ്യുതി അടക്കമുള്ള പ്രാഥമിക സംവിധാനം പോലും പൊടിച്ചുഴലിയിൽ നഷ്ടമായി. കടുത്ത പൊടി കാരണം ആർക്കും ഒന്നും കാണാൻ പോലും കഴിയാതെ വന്നു. തെക്ക് കിഴക്ക് ചിക്കാഗോ മുതൽ ഇന്ത്യാനയുടെ വടക്ക് വരെ പൊടിക്കാറ്റ് ഭീതി ഉണ്ടാക്കി. കാലാവസ്ഥാ നിരീക്ഷകരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് പൊടിക്കാറ്റ് ആഞ്ഞു വീശിയത്. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ചരിത്രത്തിൽ 2ാം തവണ മാത്രമാണ് ചിക്കാഗോയിൽ പുറത്തിറക്കേണ്ടി വന്നത്. ആഞ്ഞുവീശിയ പൊടിക്കാറ്റ് വൈദ്യുതി വിതരണത്തെ ആകെ താളം തെറ്റിച്ചു. കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന പ്രതീതിയാണ് ആദ്യം അവിടെയുള്ളവർക്ക് തോന്നിയത്. പിന്നീടാണ് പൊടിക്കാറ്റാണ് ആഞ്ഞടിക്കുന്നതെന്ന് വ്യക്തമായത്. കാഴ്ച പൂർണ്ണമായി നഷ്ടമാകുന്ന അവസ്ഥയും വന്നു. മരങ്ങളെ അടക്കം കടപുഴകി വീഴ്ത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്നടക്കം കാറ്റിന്റെ ഗൗരവം വ്യക്തമായിട്ടുണ്ട്. പല കെട്ടിടങ്ങളും തകർന്നു വീണു. ചിക്കാഗോയ്ക്ക് ചുറ്റും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. നിരവധി മരണങ്ങൾ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തു. കെട്ടിടങ്ങൾ തകർന്നു വീണ മരിച്ചവരും ഇതിലുണ്ട്. 5000ത്തോളം വീടുകളെ നേരിട്ട് ദുരന്തം അലട്ടി. 10,000ങ്ങൾക്ക് വൈദ്യുതി നഷ്ടമായി. വെള്ളിയാഴ്ച രാത്രി മുഴുവൻ അവർക്ക് ഇരുട്ടത്ത് കഴിയേണ്ടി വന്നു. അടിയന്തരാവസ്ഥയ്ക്ക് സമാന സാഹചര്യം പല നഗരങ്ങളിലും ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. പരിക്കേറ്റവരെ കൊണ്ട് സമീപത്തെ ആശുപത്രികൾ നിറഞ്ഞു. വലിയ ശബ്ദത്തോടെ അതിശക്തമായ കാറ്റിൽ നിറഞ്ഞ പൊടി ചിക്കാഗോയെ മൂടുകയായിരുന്നു. ടൊർണാഡോയ്ക്ക് സമാനമായ ചുഴലിക്കാറ്റായിരുന്നു ആഞ്ഞടിച്ചതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. കാറ്റ് ശക്തമാകുന്നതോടൊപ്പം കടലിലെ തിരമാലകൾ 12 അടി വരെ ഉയരും. ശനിയാഴ്ച മേഖലയിൽ ഉടനീളമുള്ള പൊടിപടലങ്ങളുടെ അളവ് ചതുരശ്ര മീറ്ററിന് 4000 മുതൽ 8000 മില്ലിഗ്രാം വരെ എത്തിയേക്കാം. എന്നിരുന്നാലും ഖത്തറിൽ ചതുരശ്ര മീറ്ററിന് 100 മുതൽ 500 മില്ലിഗ്രാം വരെ ആകാനാണ് സാധ്യത. വാരാന്ത്യത്തിൽ പകൽ സമയത്ത് കാലാവസ്ഥ ചൂടുള്ളതായിരിക്കും. പൊടി കാരണം ദൃശ്യപരത കുറയും. വടക്ക് പടിഞ്ഞാറൻ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ള കാറ്റിന്റെ ശക്തി വ്യത്യസ്തപ്പെടുകയും ചിലപ്പോൾ നേരിയ തോതിൽ ശക്തമായോ അനുഭവപ്പെട്ടേക്കാം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഈ സമയത്ത് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എവിടെയും പൊടിക്കാറ്റുകൾ ഉണ്ടാകാം. പക്ഷെ അവ ഏറ്റവും സാധാരണമായത് തെക്ക് പടിഞ്ഞാറൻ മരുഭൂമിയിലും തെക്കൻ ഗ്രേറ്റ് പ്ലെയിൻസിലുമാണ്, പ്രത്യേകിച്ച് ശൈത്യകാലത്തിന്റെ അവസാനത്തിലും വസന്തത്തിന്റെ തുടക്കത്തിലും. മരുഭൂമികൾ, അമിതമായി മേഞ്ഞ ഭൂമി, വരൾച്ച അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ എന്നിവ പ്രത്യേകിച്ച് പൊടിക്കാറ്റിന് സാധ്യതയുള്ളവയാണ്. ഈ വസന്തകാലത്ത് മധ്യ ഇലിനോയിസിലുടനീളമുള്ള മണ്ണ് അസാധാരണമാംവിധം വരണ്ടതാണ്. കൂടാതെ വരണ്ട മണ്ണ് കാറ്റിനാൽ എളുപ്പത്തിൽ വായുവിലേക്ക് ഉയർത്തപ്പെടും. മേൽമണ്ണ് മാത്രമല്ല വരണ്ടിരിക്കുന്നത്. വെതർ സർവീസിന്റെ കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിലെ കാലാവസ്ഥാ നിരീക്ഷകൻ പറഞ്ഞു. ഇത് 2 മീറ്റർ താഴേക്ക് പോകുന്നു. പ്രദേശത്തെ മണ്ണിന്റെ ഈർപ്പം 2 മുതൽ 5% വരെ മാത്രമാണെന്നും ഇത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വരണ്ടതാണെന്നും മിസ്റ്റർ ഹാർലി പറഞ്ഞു. വടക്കൻ ഇല്ലിനോയ്സിന്റെ ഭൂരിഭാഗവും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യാനയുടെ ഒരു ഭാഗവും ഉൾക്കൊള്ളുന്ന വെതർ സർവീസിന്റെ റോമിയോവിലെ ഓഫീസ് 2023 ഒരു കാർഷിക മേഖലയിൽ സംഭവിച്ച മറ്റൊരു കാലാവസ്ഥാ സംഭവത്തിന് മാത്രമേ പൊടിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൂ. ആ മുന്നറിയിപ്പിൽ ചിക്കാഗോ ഉൾപ്പെട്ടിരുന്നില്ല. 2023 പൊടിക്കാറ്റിൽ മധ്യ ഇലിനോയിസിലെ ഇന്റർസ്റ്റേറ്റ് 55 72 വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടത്തിൽ 7 പേർ മരിച്ചു. 1930കളിലെ ഡസ്റ്റ് ബൗൾ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 1934 മെയ് 10 ചിക്കാഗോയിൽ അവസാനമായി ഒരു വലിയ പൊടിക്കാറ്റുണ്ടായതായി കാലാവസ്ഥാ സേവനത്തിലെ ഒരു പ്രവാചകനായ റാഫേൽ ഒഗോറെക് പറയുന്നു. 1935 ഏപ്രിലിലും 1985 മെയ് 31 ചിക്കാഗോ മെട്രോ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് ബാധിച്ചു. ആ പൊടിക്കാറ്റുകളിൽ ഏതെങ്കിലും കാര്യമായ ദൃശ്യത കുറയുന്നതിന് കാരണമായതായി സൂചിപ്പിക്കുന്ന ഒരു രേഖയും തന്റെ ഓഫീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും മിസ്റ്റർ ഒഗ്രോക്ക് അഭിപ്രായപ്പെട്ടു. വെള്ളിയാഴ്ച ഇല്ലിനോയ്സിലെ ബ്ലൂമിംഗ്ടണിന് സമീപം പ്രാദേശിക സമയം വൈകുന്നേരം 4:30 മധ്യ ഇല്ലിനോയ്സിൽ ഇടിമിന്നലോടെ മണിക്കൂറിൽ 70 മൈൽ വരെ വേഗതയിൽ കാറ്റും അലർച്ചയുമുണ്ടായി. വടക്കോട്ട് ആഞ്ഞടിച്ച കാറ്റ് വരണ്ട കൃഷിയിടങ്ങളിൽ നിന്ന് പൊടിപടലങ്ങൾ മുകളിലേക്ക് പറത്തിക്കൊണ്ടുപോയി. ഇടിമിന്നലിൽ നിന്നുള്ള കാറ്റിൽ നിന്നുണ്ടാകുന്ന പൊടിക്കാറ്റിനെ ഹബൂബ് എന്ന് വിളിക്കുന്നു. പൊടിക്കാറ്റുകൾ സാധാരണമായി മിഡിൽ ഈസ്റ്റിന്റെ ഈ പദം പലപ്പോഴായി ഉപയോഗിക്കാറുണ്ട്. എൽ പാസോയിലെ ടെക്സസ് സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര എഞ്ചിനീയറിംഗ് പ്രൊഫസറായ തോമസ് ഗിൽ വെള്ളിയാഴ്ചത്തെ കൊടുങ്കാറ്റിനെ ഹബൂബ് എന്ന് വിളിക്കുന്നത് ഉചിതമാണെന്നും പറഞ്ഞു. വെള്ളിയാഴ്ചത്തെ കൊടുങ്കാറ്റിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഹബൂബിന്റെ ക്ലാസിക് രൂപം കാണിക്കുന്നുവെന്നും പ്രൊഫസർ ഗിൽ പറഞ്ഞു.
ഭൂമിയിലുടനീളം പൊടിപടലങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഏകദേശം 60 MPM സഞ്ചരിച്ച പൊടിക്കാറ്റ് വൈകുന്നേരം 6:30 ചിക്കാഗോ നഗരമധ്യത്തിലേക്ക് നീങ്ങി. ഷിക്കാഗോയിലെ ഓൾഡ് ടൗൺ വിഭാഗത്തിൽ താമസിക്കുന്ന 51-കാരനായ ഡാൻ ബെൽകോ അത്താഴത്തിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ബാരിക്കിൽ ഫോണിൽ കൊടുങ്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചതായി പറഞ്ഞു. അന്തരീക്ഷത്തിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, മിസ്റ്റർ ബെൽകോ പറഞ്ഞു. അതൊരു മൂടൽമഞ്ഞ് പോലെയായിരുന്നു, പക്ഷെ വളരെ കട്ടിയുള്ള മൂടൽമഞ്ഞല്ലായിരുന്നു. അറേബ്യൻ പെൻസുലയിൽ പൊടിക്കാറ്റ് തുടരുന്ന സാഹചര്യത്തിൽ ഖത്തറിലും വാരാന്ത്യത്തിൽ പൊടി നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച ചില പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർന്നേക്കും. മെയ് 17 ശനിയാഴ്ച സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന് താപനില ഉയർന്ന 38 ഡിഗ്രി സെൽഷ്യസിനും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ എത്തുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാറ്റ് ശക്തമാകുന്നതോടൊപ്പം കടലിലെ തിരമാലകളും വലിയ രീതിയിൽ 12 അടി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച മേഖലയിൽ ഉടനീളം പൊടിപടലങ്ങളുടെ അളവ് ചതുരശ്ര മീറ്ററിന് 4000 മുതൽ 8000 മില്ലിഗ്രാം വരെ എത്തിയേക്കാം. എന്നിരുന്നാലും ഖത്തറിൽ ചതുരശ്ര മീറ്ററിന് 100 മുതൽ 500 മില്ലിഗ്രാം വരെ ആകാനാണ് സാധ്യതയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചൂട് വളരെയധികം കൂടാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ചില അറബ് രാജ്യങ്ങളടക്കം പൊടിക്കാറ്റ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനി ആ പ്രദേശത്തുള്ള ചിക്കാഗോയിലുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി ഇത്തരത്തിലുള്ള പൊടിക്കാറ്റ് ആ പ്രദേശങ്ങളിൽ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്തുള്ള ഔട്ട്ഡോർ ജോലികളും മറ്റും കുറയ്ക്കണമെന്നും അത് പരിമിതപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം കൂടി അവിടുത്തെ ഭരണകൂടം നൽകുന്നുണ്ട്.